ഹരേ കൃഷ്ണ. ഞങ്ങളുടെ ദിവ്യഭാഗവതം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും പ്രത്യേകം സ്വാഗതം അറിയിക്കുന്നു. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഃ കദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോः ശ്രീയുതപദകമലം ശ്രീഗുരൂन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചനഗൗരാംഗീം രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാൽ തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യൽ സൂരയാ. തേജോ വാരിമൃദാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേൽ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. നമ്മൾ ഇത് സ്പെഷ്യലായിട്ടുള്ള ഒരു പ്രോഗ്രാമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം തിങ്കളാഴ്ച ജന്മാഷ്ടമി ഭഗവാന്റെ അവതാര മഹോത്സവം അത് നടക്കാനായിട്ട് പോവുകയാണല്ലോ. അതിനോടനുബന്ധിച്ച് ശ്രീകൃഷ്ണാവതാരം ഒരു 2 ദിവസങ്ങളിലായിട്ട് ശ്രീകൃഷ്ണാവതാരത്തിനെക്കുറിച്ച് പറയാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായിട്ടുണ്ടാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ വേദവ്യാസപ്രിയസ്വാമിൻ ഇതി നാമിനേ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ ഒരു വിവരണമാണ് നമ്മൾ ഇന്ന് ഇവിടെ പറയാനായിട്ട് പോകുന്നത്. 9-ാം അവസാനത്തെ അധ്യായത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരം മുതൽക്ക് ഭഗവാൻ മധുരയിൽ അവതരിച്ച് അമ്പാടിയിൽ എത്തിച്ചേർന്ന് പിന്നെ ഭഗവാന്റെ വൃന്ദാവന ലീലകൾ, അതേപോലെ തന്നെ മധുരാ ലീലകൾ, ദ്വാരകാ ലീലകൾ
ഇതെല്ലാം ഒരു 4 ശ്ലോകങ്ങളിലായിട്ട് ഉപസംഹരിച്ചു. ഇത് കേട്ട സമയത്ത് പരീക്ഷിത്ത് മഹാരാജാവ് ആഗ്രഹിച്ചു ഈ കഥ വിസ്തരിച്ച് കേൾക്കാനായിട്ട്. എന്തേ ഈ 9 അതായത് നവമസ്കന്ധം വരെയുള്ള ആ കഥകളിൽ കൂടെ ശ്രീകൃഷ്ണ അവതാരം കേൾക്കാനായിട്ടുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു സജ്ജീകരണം, അതിനുള്ള തയ്യാറെടുപ്പ് ആണ് നടത്തുന്നത് എന്ന് ആചാര്യന്മാർ, ശീല പ്രഭുപാദർ, അതേപോലെ നമ്മളുടെ ഈ കേരളത്തിലുള്ള പ്രമുഖന്മാരായ ആചാര്യന്മാർ മുഴുവൻ പറയുന്നു. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നവമസ്കന്ധം വരെയുള്ള കഥകൾ കേൾക്കുന്നത് എന്നുള്ളത്. രാമാതിമൂർത്തിഷു കലാനിയമേന തിഷ്ഠൻ നാനാവതാരമകരോത്ഭുവനേഷു കിന്തു കൃഷ്ണസ്വയം സമഭവൽ പരമപുമാന്യോ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ഇപ്പോൾ രാമാവതാരം വരെയുള്ള ആ ഭഗവാന്റെ ലീലകൾ മുഴുവൻ 9ാമത്തെ സ്കന്ധം വരെ പറഞ്ഞിട്ട് അതിലൊതുക്കി. ശ്രീകൃഷ്ണാവതാരം 90 അധ്യായങ്ങളാണ് ആ ദശമസ്കന്ധം. ഇതിന് ആശ്രയം എന്നുള്ള ലക്ഷണമാണ് ഇതിൽ കൂടെ അവതരിപ്പിക്കുന്നത്. ആശ്രയ ലക്ഷണം എന്നതാണ് ഈ ദശമസ്കന്ധത്തിൻ്റെ പ്രത്യേകത തന്നെ. നമ്മൾ 10 വിധത്തിലുള്ള അതിനെക്കുറിച്ചിട്ട് 10 വിധത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ച് അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞല്ലോ ശ്രീമദ് ഭാഗവതം. അതിൽ 10ാമത്തെ ലക്ഷണമാണ് ആശ്രയം എന്നുള്ളത്. അപ്പോൾ ദശമസ്യ വിശുദ്ധ്യർത്ഥം നവാനാമിഹ ലക്ഷണം എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നു. അപ്പോൾ ആശ്രയ ലക്ഷണം എന്നാണ്. അപ്പോൾ എല്ലാവരുടെയും ആശ്രയം എന്താണ്? അതായത് എല്ലാ വിഷ്ണുമാരുടെയും 3 വിധത്തിലുള്ള വിഷ്ണുവിനെക്കുറിച്ച് നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഭഗവാന്റെ അതിന് മറ്റുള്ള അനേകം അവതാരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ മുഴുവൻ ആശ്രയം എന്താണ്? സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ എന്നാണ്. അപ്പോൾ ഓരോ ജീവനും ആരെയാണ് ആശ്രയിക്കേണ്ടത്? ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെ. അപ്പോൾ അതിൽ ഭഗവാനെ ആശ്രയിച്ചിട്ടുള്ള ഭക്തന്മാരുടെ കഥകളാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തന്മാരുടെ കഥകൾ. വൃന്ദാവനത്തിലെ ഭഗവാന്റെ ലീലകൾ, അതേപോലെ തന്നെ മധുരാലീലകൾ, ദ്വാരകാലീലകൾ, ഇതൊക്കെയാണ് ദശമസ്കന്ധത്തിൽ കൂടെ കാണാൻ സാധിക്കുന്നത്. പരീക്ഷിത്ത് മഹാരാജാവ് ഈ കഥ കേൾക്കാൻ ആവേശത്തോടുകൂടെ ഇരിക്കുകയാണ്, വളരെ ആഗ്രഹത്തോടു കൂടിയിട്ട് എന്നാണ്. അപ്പോൾ പരീക്ഷിത്ത് മഹാരാജാവ് ചോദിക്കുന്നു, ചുരുക്കി പറഞ്ഞു നവമസ്കന്ധം വരെയുള്ള ആ നവമസ്കന്ധത്തിൽ ഭഗവാന്റെ അവതാരം മുതൽ ഭഗവാന്റെ സ്വധാമത്തിലേക്ക് ഉള്ള യാത്ര വരെ ചുരുക്കി പറയുകയാണ് ചെയ്തത്. പരീക്ഷിത്ത് മഹാരാജ് ചോദിക്കുന്നു, കഥിതോ വംശവിസ്താരോ ഭവതാ സോമസൂര്യയോ രാജ്ഞാം ചോഭയവംശ്യാനാം ചരിതം പരമാത്ഭുതം യദോശ്ച ധർമ്മശീലസ്യ നിതരാം മുനിസത്തമാ തത്രാംശേനാവതീർണസ്യ വിഷ്ണോർവീര്യാണി ശംസന അവതീര്യ യദോർവംശേ ഭഗവാൻ ഭൂതഭാവന കൃതവാൻ യാനി വിശ്വാത്മാ താനി നോവദ വിസ്തരാൽ നിവൃത്തതർഷൈരുപഗീയമാനാൽ ഭവൗഷധാൽ ശ്രോത്രമനോഭിരാമാൽ കൗത്തമശ്ലോകം ഗുണാനുവാദാൽ പുമാൻ വിരജ്യേത വിനാ പശുഘ്നാൽ പിതാമഹാമേ സമരേ മരഞ്ജയൈഃ ദേവവ്രതാദ്യാതിരഥൈസ്തിമിംഗലൈഃ ദുരത്യയം കൗരവസൈന്യസാഗരം കൃത്വാ തരൺ വത്സപദം സ്മയിൽ പ്ലവാഃ ദ്രൗണ്യസ്ത്രവിപൃഷ്ടമിദം മദംഗം സന്താനബീജം കുരു പാണ്ഡവാനാം ജുഗോപകുക്ഷിം ഗത ആപ്തചക്രോ മാതുശ്ചമേയ ശരണം ഗതായാഃ വീര്യാണി തസ്യാഖിലദേഹഭാജാം അന്തർഭിഃ പൂരുഷകാലരൂപൈഃ പ്രയച്ഛതോ മൃത്യുമുതാമൃതം ച മായാ മനുഷ്യസ്യ വദസ്വ വിദ്വൻ രോഹിണ്യാസ്തനയ പ്രോക്തോ രാമസംഘർഷണസ്ത്വയാ ദേവക്യാ ഗർഭസംബന്ധ കുതോ ദേഹാന്തരം വിനാ കസ്മാൽ മുകുന്ദോ ഭഗവാൻ പിതുർഗേഹാൽ വ്രജം ഗദാ
क्व वा संज्ञातिभिः सार्धं कृतवान् सात्वतां पदी व्रजे वसन् किमकरोन्मधुपुर्यां च केशव भ्रातरं चावधिल्कंसं माधुरद्धाददर्हणं देहं मानुषमाश्रित्य कति वर्षाणि वृष्णिभिः यदुपुर्यां सह वाल्सील् पत्न्यः कत्यभवन् प्रभोः एतदन्यच्च सर्वं मे मुने कृष्णविचेष्टितं वक्तुमर्हसि सर्वज्ञा शब्दधानाय विस्तृतं नैषादिदुस्सहाक्षुन्मां त्यक्तोदमपि बाधते पिबन्तं त्वन्मुखाम्भोजच्युतं ഹരികഥാമൃതം. പരീക്ഷിത്ത് മഹാരാജാവ് ചോദിക്കുന്നു സുഖദേവ ഗോസ്വാമിയോട്, അങ്ങ് സൂര്യവംശം, സോമവംശം, അതിലുള്ള അത്ഭുതകരമായിട്ടുള്ള കഥകളൊക്കെ അങ്ങ് എനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തന്നു. യദോശ്ച ധർമ്മശീലസ്യ, അതിൽ യദു മഹാരാജാവിൻ്റെ യദുവംശത്തിനെ കുറിച്ചിട്ടും അതിനെയും അങ്ങ് വിസ്തരിച്ച് പറഞ്ഞു തന്നു. അപ്പോൾ അതിൽ ഭഗവാൻ തത്രാംശേന അവതീർണസ്യ വിഷ്ണോർ വീര്യാണി ശംസന തത്ര അംശേന എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഗോലോകേശ്വരൻ തൻ്റെ ആദ്യത്തെ വിസ്തരണമായിട്ടുള്ള ബലദേവനോട് കൂടിയിട്ട് അവതരിച്ചത്, ആദിസംകർഷണമൂർത്തിയോടുകൂടി അവതരിച്ച ആ വൈഭവങ്ങളെ അതിനെക്കുറിച്ചിട്ട് ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു തരേണ്ടതായിട്ടുണ്ട്. ഭഗവാൻ അവതീര്യ യദോർവംശേ ഭഗവാൻ ഭൂതഭാവന, ഭഗവാൻ ഈ യദുവംശത്തിൽ അവതരിച്ച് ഭഗവാൻ ചെയ്തിട്ടുള്ള ദിവ്യമായിട്ടുള്ള വിശ്വാത്മാന്ന് ഭഗവാനെക്കുറിച്ച് പറയുന്നു. വിശ്വം മുഴുവൻ ഏന സമന്വിതം, വിശ്വം മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ്? തസ്മൈ വിശ്വം നിയന്ത്രയെ വയമവിഭവതേ കൃഷ്ണ കുർമ്മ പ്രണാമം എന്നാണ് പറയുന്നത്. വിശ്വത്തിനെ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ മഹിമകൾ ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു തരണേ എന്നാണ് ഇവിടെ പരീക്ഷിത്ത് മഹാരാജാവ് സുഖദേവ ഗോസ്വാമിയോട് ആവശ്യപ്പെടുന്നത്. ഇതിപ്പോൾ ഏത് വിധത്തിലുള്ളവർക്കും നിവൃത്തതർഷയുപഗീയമാനാത് ഭൗതികമായിട്ടുള്ള ആ ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്തവർക്കും അവർ നിരന്തരം പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു ശ്രീകൃഷ്ണ ഭഗവാന്റെ വൈഭവങ്ങൾ. ഭവൗഷധം, അതായത് ഈ ഭൗതികമായിട്ടുള്ള ഈ ലോകത്തിൽ അനേകം ദുരിതങ്ങൾ, ജന്മ മൃത്യു ജര വ്യാധി മുതലായിട്ടുള്ള അനേക വിധത്തിലുള്ള ദുഃഖങ്ങളിൽ നിന്നും ഉള്ള ഔഷധം എന്താണ്? വാസ്തവത്തിൽ കൃഷ്ണകഥകളാണ്. തേഷാമൃതേ കൃഷ്ണകഥാമൃതൗഖാൽ എന്നാണ് പറയുന്നത്. അതായത് ഈ കൃഷ്ണ കഥകളുടെ അമൃതപ്രവാഹമാണ് ഭൗതികമായിട്ടുള്ള ദുഃഖങ്ങൾക്ക് ഏറ്റവും വിശേഷപ്പെട്ട ഔഷധമായിട്ട് പറയുന്നത് എന്നാണ്. പിന്നെ പരീക്ഷിത്ത് മഹാരാജാവ് പറയുന്നു, ഞാൻ എൻ്റെ പിതാമഹന്മാരുടെ ആ ഒരു വിജയത്തിനെ കുറിച്ചിട്ട് അവർ ചെയ്തിട്ടുള്ള അവർക്ക് ഭഗവാൻ ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ചിട്ടും ഓർത്തു പോവാണ് ഈ സന്ദർഭത്തിൽ എന്നാണ്. പിതാമഹന്മാരായിട്ടുള്ള പാണ്ഡവന്മാർ അവർ കുരുക്ഷേത്ര യുദ്ധത്തിൽ, എങ്ങനെ കുരുക്ഷേത്ര യുദ്ധം? ഭീഷ്മദ്രോണതടാ ജയദ്രഥജല ഗാന്ധാര നീലോപല ശല്യഗ്രാഹവതി കൃപേണ വഹനി കർണേന വേലാകുല അശ്വത്ഥാമ വികർണ ഘോരമകര ദുര്യോധനാവർത്തിനി സോത്തീർണ ഖലു പാണ്ഡവൈരണനധി കൈവർത്തക കേശവ. അതാണ് ദേവവ്രതാദ്യാതിരഥൈ സ്ഥിമിംഗലൈ. ആ കൗരവന്മാരുടെ ആയിട്ടുള്ള പാണ്ഡവന്മാരുടെ ആ യുദ്ധത്തിൽ, മഹാഭാരത യുദ്ധത്തിൽ, അതോ വലിയൊരു കൗരവ സൈന്യസാഗരം എന്നാണ് പറയുന്നത്. കൗരവന്മാരുടെ ആ സൈന്യം തന്നെ ഒരു സാഗരം പോലെ, അതിനെ കടക്കാൻ വളരെ ബുദ്ധിമുട്ടാ കടലിനെ, അതേപോലെ ആയിരുന്നു എന്നാണ്. ദേവവ്രതാദി അതിരഥന്മാരായിട്ടുള്ളവർ, ഭീഷ്മര്, ദ്രോണര്, കർണൻ മുതലായിട്ടുള്ള മഹാരഥന്മാരായിട്ടുള്ള അവരെ മുഴുവൻ
എങ്ങനെയാണ് ചെയ്യിക്കുക? വത്സപദം സയൽ പ്ലവാഹ, ഒരു പശുക്കുളമ്പിൻ്റെ അടിയിൽ തങ്ങി നിൽക്കുന്ന വെള്ളത്തിനെ കടന്നു പോവാൻ ആർക്കൊരു ബുദ്ധിമുട്ടില്ലല്ലോ, അതേപോലെ അനായാസമായിട്ട് കടന്നു പോവാൻ സാധിച്ചു. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാർത്ഥസാരഥിയുടെ എന്തെന്നില്ലാത്ത മഹിമ കൊണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ പൂർവികന്മാരുടെ ആ കഥകൾ ആലോചിക്കുന്ന സമയത്തും ഞാൻ അത് കേൾക്കേണ്ടതാണ്, കേൾക്കാൻ കടമപ്പെട്ട ആളാണ്. പിന്നെ എൻ്റെ സ്വന്തം പൂർവ ചരിത്രം ആലോചിച്ച് കഴിഞ്ഞാലും ഞാൻ കേൾക്കേണ്ടതാണ് എന്നാണ് പറയണത്. എന്തെയും ദ്രൗണ്യസ്ത്രവിപ്ലുഷ്ടമിതം മദംഗം സന്താനബീജം കുരു പാണ്ഡവാനാം ജുഗോപകുക്ഷിം ഗത ആത്തചക്രോ മാതുശ്ചമേ യശരണം ഗതായാഹാം. എൻ്റെ അമ്മ ഉത്തരാദേവി എന്നെ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് ആകെക്കൂടി ഒരു 3-4 മാസം ആ ഗർഭത്തിൽ ഞാൻ ഇരിക്കുന്ന സമയത്താണ് അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മാസ്ത്രത്തിൻ്റെ തേജസ് എന്നെ ദഹിപ്പിക്കാനായിട്ട് വരുന്നത്. ആ സമയത്ത് എൻ്റെ അമ്മ ആരെ ശരണം പ്രാപിച്ചത്? സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ. പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗൽപദേ നാന്യം ത്വദഭയം പശ്യേ എത്ര മൃത്യു പരസ്പരം. എന്തേ ഉത്തരാദേവി അഭിമന്യു കുരുക്ഷേത്ര യുദ്ധത്തിൽ വെച്ച് അവിടെ പത്മവ്യൂഹത്തിൽ വെച്ചിട്ട് ജീവൻ ഉപേക്ഷിച്ച സമയത്ത്, വീരമൃത്യു പ്രാപിച്ച സമയത്ത് ഉത്തരാദേവി എന്തുകൊണ്ട് ശരീരം ഉപേക്ഷിച്ചില്ല? ആ ഉത്തരാദേവിയുടെ ഗർഭത്തിൽ ഒരു വൈരാട്യാകുരു തന്തവ എന്നാണ് പറയുന്നത്. ഈ കൗരവന്മാരുടെ വംശത്തിലും പാണ്ഡവന്മാരുടെ വംശത്തിലും ഇനി ഒരു കണ്ണി പോലും ആരും ബാക്കിയില്ല വംശത്തെ നിലനിർത്താനായിട്ട്. അപ്പോൾ അതിനുള്ള ചെറിയ ഒരു സന്താന ബീജം എന്നാണ് പറയുന്നത്. ഒരു ബീജം മാത്രമായിരുന്നു, ഒരു ഭ്രൂണമായിരുന്നു ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ. ആ സമയത്ത് ബ്രഹ്മാസ്ത്രത്തിൻ്റെ തേജസ് അതിശക്തമായിട്ട് വരുന്ന സമയത്ത് എൻ്റെ അമ്മ ഉത്തരാദേവി ഭഗവാനെ ശരണം പ്രാപിച്ചു, ശ്രീകൃഷ്ണ ഭഗവാനെ ശരണം പ്രാപിച്ചു. ഉത്തരാദേവിയുടെ ആ ഹൃദയത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ സാന്നിധ്യം ചെയ്യുന്നുണ്ട്. അതേ ഭഗവാൻ സ്വമായയ ആവൃണോൽ ഗർഭം വൈരാട്യ കുരുതന്തവേ, തൻ്റെ ദിവ്യമായിട്ടുള്ള മായ കൊണ്ട് ആ ഗർഭത്തിനെ ആവരണം ചെയ്തു. അപ്പോൾ ബ്രഹ്മാസ്ത്രത്തിൻ്റെ തേജസ് എന്നിലേക്ക് ബാധിക്കാതെ ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടു പോയത്? സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ആ ഭഗവാന്റെ മഹിമകൾ, ഭഗവാൻ എങ്ങനെയാണ് ലോകത്തിൻ്റെ അകത്തും പുറത്തും ഭഗവാൻ തന്നെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് പരീക്ഷിത് മഹാരാജാവ് പറയുന്നത്. അന്തപുരുഷരൂപേണ ഓരോരുത്തരുടെ ഹൃദയത്തിലും ആത്മചൈതന്യമായിട്ട് പുറമേ കാലരൂപേണ കാലത്തിൻ്റെ രൂപത്തിൽ ഭഗവാൻ പുറമേയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ അവനവൻ്റെ ഹൃദയത്തിലുള്ള ഈശ്വരനെ സാന്നിധ്യം ചെയ്യിച്ചിട്ടുള്ള അവർക്ക് ദിവ്യമായിട്ടുള്ള ആ ഭഗവാന്റെ മഹിമ ഉൾക്കൊള്ളാനും ഭഗവാന്റെ ദിവ്യമായ ലോകത്തിലേക്ക് പോകാനും സാധിക്കുന്നു. എന്നാൽ ഭൗതികമായിട്ടുള്ള ഈ ലോകത്തിൽ എന്തെന്നില്ലാത്ത ആകർഷണം ഉള്ളവർക്ക് കാലരൂപത്തിൽ സർവം വ്യർത്ഥം മരണസമയേ എന്നാണ് പറയുന്നത്. നമ്മൾ എന്ത് സമ്പാദിച്ചു കഴിഞ്ഞാലും അതെല്ലാം ഉപേക്ഷിച്ച് പോവേണ്ട ഗതികേടും വന്നു ചേരുന്നു. അപ്പോൾ അകത്ത് കാലസ്വരൂപമായിട്ടും പുറത്ത് ഈശ്വരൻ്റെ രൂപമായിട്ടും ഭഗവാൻ ഈശ്വര ചൈതന്യമായിട്ടും ഭഗവാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതും. അപ്പോൾ ആ മായാമനുഷ്യസ്യ വധസ്വ വിദ്വാൻ, അങ്ങനെയുള്ള മായാമനുഷ്യനായിട്ടുള്ള യോഗമായ കൊണ്ട് ദിവ്യമായുള്ള ലീലകൾ ആടിക്കൊണ്ടിരിക്കുന്ന ആ ഭഗവാന്റെ മഹിമകൾ എനിക്ക് കേൾപ്പിച്ചു തരൂ എന്ന് പരീക്ഷിത് മഹാരാജാവ് വളരെ വിനയത്തോടുകൂടെ ശുകദേവ ഗോസ്വാമിയോട് ആവശ്യപ്പെടുന്നു, അപേക്ഷിക്കുന്നു. പിന്നെ നവമസ്കന്ധം കേട്ട സമയത്ത് ചില സംശയങ്ങളും എനിക്ക് തോന്നുന്നുണ്ട്. അതായത് ശ്രദ്ധിച്ച് കേട്ടാലേ സംശയം തോന്നുള്ളൂ എന്നാണ്. എന്ത് രോഹിണ്യാസ്തനയ പ്രോക്തോ രാമസംഘർഷണസ്ത്വയ ദേവക്യ ഗർഭസംബന്ധ കുതോ ദേഹാന്തരം വിനാം. ബലരാമൻ്റെ അമ്മ ആരാണ്? ആ വിഷയത്തിലൊരു സംശയം ഉണ്ടായെന്നാണ്. ഗർഭം ധരിച്ചത് ദേവകീ ദേവിയാണ്, പ്രസവിച്ചത് രോഹിണി ദേവിയാണ്. കുതോ ദേഹാന്തരം വിന. ഒരു ഗർഭത്തിൽ ഒരു ജീവൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ
10 മാസം കഴിഞ്ഞാണ് പ്രസവിക്കുക പതിവ്. ഇത് 2 അമ്മയുടെ ഗർഭത്തിൽ. അപ്പോൾ ആരുടെ വാസ്തവത്തിൽ ബലരാമൻ ആരുടെ പുത്രനാണ്? അതിനൊരു സംശയം. ദേവയ്ക്ക് കുതോ ദേഹാന്തരം വിന. എന്തുകൊണ്ടാണ് എങ്ങനെയാണ് അത് സംഭവിക്കാൻ കാരണം? ദേവകീ ദേവിയുടെ ഗർഭത്തിലുള്ള പുത്രൻ എങ്ങനെയാണ് രോഹിണി ദേവിയുടെ പുത്രനായിട്ട് മാറിയത്? അത് കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. വളരെ ശ്രദ്ധിച്ച് കഥ കേൾക്കുന്നവർക്ക് ഈ സംശയം ചോദിക്കാൻ സാധിക്കുള്ളൂ. നമ്മൾക്ക് പ്രത്യേകിച്ച് സംശയം തോന്നാറില്ല. കാരണം നമ്മൾക്ക് ഈ കഥകളിലൊന്നും വലിയ ശ്രദ്ധ ഉണ്ടാവാറില്ല. കഥ പറകിൽ ഉറങ്ങും സർവരും പിന്നെ മൂളാൻ നരഹരി ഭഗവാനെ പെറ്റ പൊന്നമ്മ മാത്രം. കഥ പറയാൻ ആത്മീയമായ കാര്യങ്ങൾ പറയാൻ പുറപ്പെട്ടാൽ ഉറങ്ങാൻ പറ്റിയ സന്ദർഭം എന്നാണ് വിചാരിക്കാറുള്ളത്. അപ്പോൾ എല്ലാവരും അതിലേക്ക് പ്രത്യേകിച്ച് ശ്രദ്ധ ഉണ്ടാവാറില്ല ആളുകൾക്ക് എന്നാണ്. എന്നാൽ പരീക്ഷിത്ത് അങ്ങനെയല്ല. വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഒരേ ഒരാഗ്രഹം, എന്താ, കൃഷ്ണ കഥകൾ കേൾക്കാനുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ് അവിടുന്ന് ഗംഗാതീരത്ത് പ്രായോപവേശം ചെയ്തത് തന്നെ. അതുകൊണ്ട് തന്നെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ വരെ അവിടുന്ന് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട് എന്നാണ്. പിന്നെ കസ്മാൽ മുകുന്ദോ ഭഗവാൻ പിതുർഗേഹാൽ വ്രജം ഗതാ. ഭഗവാൻ എന്തുകൊണ്ടാണ് ഭഗവാൻ അവതരിച്ച അതേ സമയത്ത് തന്നെ മധുരയിൽ നിന്നും അമ്പാടിയിലേക്ക് മാറിയത്? അത് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ക്വവാസം ജ്ഞാതിഭിസാർത്ഥം കൃതവാൻ സാത്വതാം പതി. ഭഗവാൻ എത്ര കാലം ഭഗവാൻ വൃന്ദാവനത്തിൽ താമസിച്ചു? അതും ആഗ്രഹമുണ്ട്. പിന്നെ വ്രജത്തിൽ ഭഗവാൻ വ്രജവൃന്ദാവനത്തിൽ ഭഗവാൻ അവിടെ സാന്നിധ്യം ചെയ്തുകൊണ്ട് എന്തെല്ലാം ലീലകൾ ചെയ്തു? അതും കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഭഗവാൻ മധുരയിലേക്ക് 11 വയസ്സ് കഴിഞ്ഞ സമയത്ത് ഭഗവാൻ മധുരയിലേക്ക് എത്തിച്ചേർന്നു. അവിടെ വെച്ച് മാതരം ചാവധിൽ കംസം ഭ്രാതരം ചാവധിൽ കംസം മാധുരധാതർഹണം. അതായത് സ്വന്തം അമ്മയുടെ സഹോദരനായിട്ടുള്ള കംസനെ കൊല്ലാൻ എന്താണ് കാരണം? അതും ആഗ്രഹമുണ്ട് കേൾക്കാനായിട്ട്. ഭഗവാൻ എത്ര വർഷം ഈ ലോകത്തിൽ, ഈ ഭൂമിയിൽ ഭഗവാൻ ഈ ശ്രീകൃഷ്ണാവതാരം എടുത്തുകൊണ്ട് എത്ര കാലം ഭഗവാൻ സാന്നിധ്യം ചെയ്തു? അതും കേൾക്കാൻ ആഗ്രഹമുണ്ട്. പിന്നെ ഭഗവാന്റെ 16,108 പത്നിമാരുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, അതിൻ്റെയൊക്കെ വാസ്തവമായിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഇതൊക്കെ വിസ്തരിച്ച് പറഞ്ഞു തരേണ്ടതായിട്ടുണ്ട്. ഇനി ഞാൻ ചോദിക്കാൻ എന്തെങ്കിലും ഒന്ന് വിട്ടുപോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതുകൂടി വിസ്തരിച്ച് പറഞ്ഞു തരണേ എന്ന് ശുകദേവ ഗോസ്വാമിയോട് പരീക്ഷിത്ത് മഹാരാജാവ് ആവശ്യപ്പെടുന്നു എന്നാണ്. എനിക്ക് തീരെ ബുദ്ധിമുട്ട് തോന്നില്ല. ഏത് സമയത്താണ് അവിടുന്ന് ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ട് 7 ദിവസമായി. അന്ന് ആ ശമീക മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്ന് ദാഹിച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞ സമയത്ത് ആ മഹർഷിയുടെ ആ സമാധിയിലുള്ള അവസ്ഥ കണ്ട സമയത്ത് പരീക്ഷത്തിന് തോന്നി, എത്രയും കള്ളനത്രേ മഹാപാപി പോലിത്ര വെള്ളം കൊടാ. ദാഹമുള്ളോർക്കുടൻ യുദ്ധമുള്ളിൽ ക്രുധ ചത്ത പാമ്പൊന്നെടുത്തിട്ടവൻ മെയ്യിലെ കൃഷ്ണരാമാഹരേ. ആ ശമീക മഹർഷിയുടെ കഴുത്തിൽ ആ ചത്ത പാമ്പിനെ തോണ്ടി ഇട്ടിട്ടുള്ള ആ നിമിഷം മുതൽ ആ സമയത്ത് ദാഹിച്ചതാണ്. പിന്നീട് അറിയാൻ സാധിച്ചത് എന്താണ്? 7ാമത്തെ ദിവസം തക്ഷകൻ കടിച്ച് മരിക്കുമെന്നുള്ള ശാപമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് മുതൽക്ക് ആ നിമിഷം തന്നെ ഔരസേവച്ചു ഭൂരക്ഷയാം ഭാരവും മാനസേവച്ചു ഗോവിന്ദപാദാംബുജം ചാരു ഗംഗാതടം പുക്കിരുന്നേടിനാൻ ചേരുവാൻ തൽപദം കൃഷ്ണരാമാഹരേ. അപ്പോൾ തൻ്റെ പുത്രനെ രാജ്യഭാരം ഏൽപ്പിച്ച് ഈ ഗംഗാതീരത്ത് പ്രായോപവേശം ചെയ്ത് പരീക്ഷിത്ത് മഹാരാജാവ്. അപ്പോൾ അവിടുന്ന് ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല, പിന്നെ ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല, ഉറങ്ങിയിട്ടില്ല 7 ദിവസം. അപ്പോൾ പരീക്ഷിത്ത് മഹാരാജാവ് ശ്രദ്ധയോടുകൂടെ കഥകൾ കേൾക്കാനായിട്ടിരിക്കുന്നു, കൃഷ്ണകഥകൾ. അപ്പോൾ 10,000 മഹർഷിമാരുണ്ട് അവിടെ ഗംഗാതീരത്ത്. അങ്ങനെയുള്ള യോഗീശ്വരന്മാരുണ്ട്. അനേകം മഹർഷിമാർ അവരുടെ ശിഷ്യന്മാരോട് കൂടി വന്നിട്ടുണ്ട്. അവർ മുഴുവൻ പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ മുമ്പിൽ
സുഖദേവ ഗോസ്വാമിയുടെ മുമ്പിലിരിക്കുകയാണ്. അപ്പോൾ അവരും ഇതേപോലെ തന്നെ ശ്രദ്ധയോടുകൂടെ, അവരും ആഹാരം ഒന്നും കഴിച്ചിട്ടില്ല, വെള്ളം ഒന്നും കുടിച്ചിട്ടില്ല. പരീക്ഷിത്ത് മഹാരാജാവിനെ പോലെ തന്നെ ആ വലിയ സദസ്സ് മുഴുവൻ ശ്രദ്ധയോടുകൂടെ കഥ കേൾക്കാൻ ആഗ്രഹത്തോടു കൂടി ഇരിക്കുകയാണ്. അതുകൊണ്ട് നൈഷാദിതു സഹാക്ഷന്മാം തെക്തോദമപിബാധതേ. അപ്പോൾ ഈ ഭക്ഷണത്തിന് പകരം അമൃത് കഴിച്ചാലോ? ഈ അമൃതാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ എന്നാണ് പറയുന്നത്. നൈഷാദിതു സഹാക്ഷന്മാം തെക്തോദമപിബാധതേ പിബന്ധം ത്വന്മുഖാംഭോജച്യുതം ഹരികഥാമൃതം. അവിടുത്തെ മുഖത്തിൽ നിന്നും ഒഴുകുന്ന അമൃത് പോലെയുള്ള ഭാഗവത കഥകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് തീരെ ക്ഷീണം തോന്നുന്നില്ല, വിശപ്പ് തോന്നുന്നില്ല, ദാഹം തോന്നുന്നില്ല, വിസ്തരിച്ച് പറഞ്ഞു തരണേ എന്ന് പറയുന്ന സമയത്താണ് ഇവിടെ ആ കഥ വിസ്തരിച്ച് പറയാനായിട്ട് ശുകദേവ ഗോസ്വാമി ഇവിടെ ആരംഭിക്കുന്നു. സൂത ഉവാച ഏവം നിശമ്യ ഭൃഗുനന്ദന സാധുവാദം വയ്യാസകിസ്സ ഭഗവാനഥ വിഷ്ണുരാദം പ്രത്യർച്ച്യ കൃഷ്ണചരിതം കലികൽമഷഘ്നം വ്യാഹർത്തുമാരഭത ഭാഗവത പ്രധാനാം. ശ്രീശുക ഉവാച സമ്യക് വ്യവസിതാ ബുദ്ധിസ്തവ രാജർഷി സത്തമാ വാസുദേവ കഥായാം തേ യജ്ജാതാ നൈഷ്ഠികീരതി. വാസുദേവ കഥാ പ്രശ്ന പുരുഷാം സ്ത്രീൻ പുനാതി വക്താരം പൃച്ഛ്രകം ശ്രോതയം സ്ഥൽപാദസലിലം യഥാ ഭൂമിദൃപ്തനരം നൃപവ്യാജ ദൈത്യാനേകശതായുധൈ പാക്രാന്താ ഭൂരിഭാരേണ ബ്രഹ്മാണം ശരണം യയൗ ഗൗർഭൂത്വാ ശ്രുമുഖീ ഖിന്നാ ക്രന്ദം ദീ കരുണം വിഭോः ഉപസ്ഥിതാന്തികേ തസ്മൈ വ്യസനം സ്വമവോചത. ബ്രഹ്മാ തദുപധാര്യാഥ സഹദേവൈസ്തയാ സഹ ജഗാമ സത്രിനയനസ്ഥിരം ക്ഷീരപയോനിധേഃ. തത്ര ഗത്വാ ജഗന്നാഥം ദേവദേവം വൃഷാകപിം പുരുഷം പുരുഷസൂക്തേന ഉപതസ്ഥേ സമാഹിതാം. ഗിരം സമാധൗ ഗഗനെ സമേരിതാം നിശമ്യ വേധാസ്ത്രിദശാനുവാചഃ ഗ്വാം പൗരുഷീം മേ ശൃണുതാമരാ പുനർവിധീയതാമാശു തഥൈവ മാചിരം പുരേവ പുംസാവധൃതോധരാജ്വരോ ഭവദ്ഭിരംശേ യദുഷോപജന്യതാം സ യാവദുർവ്യാം ഭരമേശ്വരേശ്വര സ്വകാലശക്ത്യാക്ഷഭയം ശരേൽഭുവി. വസുദേവഗൃഹേ സാക്ഷാൽ ഭഗവാൻ പുരുഷപരാ ജനിഷ്യത്തെ തൽപ്രിയാർത്ഥം സംഭവന്തു സുരസ്ത്രിയാ. വാസുദേവകലാനന്ദ സഹസ്രവദനസ്വരാട് അഗ്രതോ ഭവിതാ ദേവോ ഹരേഃ പ്രിയചികീർഷയാ. വിഷ്ണോർമായാ ഭഗവതി യയാ സമ്മോഹിതം ജഗത് ആദിഷ്ടാ പ്രഭുണാംശേന കാര്യാർത്ഥേ സംഭവിഷ്യതി. ഇവിടെ നൈമിഷാരണ്യത്തിൽ സൂതൻ ശൗനകാദി മഹർഷിമാർക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന ആ സന്ദർഭത്തിലാണ് നമ്മളിരിക്കുന്നത്. സൂതൻ പറയുന്നു, അവിടെ സൂതഗോസ്വാമി പറയുന്നു, ഈ പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ ആ അപേക്ഷ കേട്ടിട്ട് വയ്യാസകി എന്ന് പറഞ്ഞ ആരാ? സാക്ഷാൽ ശ്രീ ശുകദേവ ഗോസ്വാമിയെയാണ് വയ്യാസകി എന്ന് പറയുന്നത്. വിഷ്ണുരാധൻ എന്ന് പറഞ്ഞത് ആരാണ്? വിഷ്ണുരാധൻ ഭഗവാനാൽ രക്ഷിക്കപ്പെട്ടത്, മഹാവിഷ്ണുവിനാൽ രക്ഷിക്കപ്പെട്ട ഭഗവാൻ പരീക്ഷിത്ത് മഹാരാജാവ്. അതാണ് വിഷ്ണുരാധൻ പരീക്ഷിത്ത് മഹാരാജാവ്. വയ്യാസകി എന്ന് പറഞ്ഞാൽ ശ്രീ ശുകദേവ ഗോസ്വാമി. രണ്ടുപേരും ഒരേപോലെ പ്രഭാവമുള്ളവരാണ് എന്നാണ്. കാരണം എന്താ? ജന്മം, അവിടുത്തെ ജന്മം വളരെ അത്ഭുതകരമാണ്. പരീക്ഷിത്തിൻ്റെ ജന്മം തന്നെ അത്ഭുതകരമാണ്, പ്രവർത്തനങ്ങൾ അത്ഭുതകരമാണ്. പിന്നെ അവിടുത്തെ ദേഹത്യാഗം അതും അത്ഭുതകരമാണ്. ദേഹത്യാഗം പേടി തോന്നില്ല, മരണത്തിന് പേടിയില്ല എനിക്ക്, തക്ഷകനെ പേടിയില്ല. കാരണം അഭയം കണ്ടെത്താൻ സാധിച്ചു എനിക്ക്. ഏതാണ് അഭയം? ശ്രീകൃഷ്ണ തൊൽപദോപാസനം, അഭയതമം. സൂപ്പർലേറ്റീവ് ഡിഗ്രി അഭയത്തിൻ്റെ, അതാണ് അഭയതമം എന്നത്. അഭയതമമായിട്ടുള്ള ആ ഒരു മാർഗം എന്താണ്?
ശ്രീകൃഷ്ണ ഭഗവാനെ ശരണം പ്രാപിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ശരീരമല്ല എന്നെനിക്ക് ബോധ്യപ്പെട്ടു, ഭഗവാന്റെ അംശമാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടു. എനിക്ക് എത്തിച്ചേരേണ്ടത് ഭഗവാന്റെ ലോകത്തിലേക്കാണ് എന്നും എനിക്ക് ബോധ്യമായി. അതുകൊണ്ട് എനിക്ക് വാചം ലച്ഛാമി അധോക്ഷജേ, അവിടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പേടിയില്ല തക്ഷകനെ എന്ന് പറഞ്ഞു. അപ്പോൾ പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ ദേഹത്യാഗവും അത്യത്ഭുതമാണ്, ജനനവും അത്യത്ഭുതകരമായിട്ടുള്ളതാണ്, ഭഗവാൻ ത്രാണനം ചെയ്തത് അതും അത്യത്ഭുതകരമായിട്ടുള്ളതാണ് എന്നാണ്. ശുകദേവ ഗോസ്വാമി ആണെങ്കിലോ ശുഗോ മുക്തോ വാമദേവ പുരസ്താൽ എന്നാണ്. ശ്രീകൃഷ്ണ ഭഗവാനും ശുകദേവ ഗോസ്വാമിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. അത്രയും പ്രഭാവമുണ്ട് എന്നാണ്. അപ്പോൾ ആ സദസ്സും വളരെ അത്യത്ഭുതകരമായിട്ടുള്ള സദസ്സ് തന്നെയാണ്. ഇവരുടെ ആ സംഭാഷണം കേൾക്കാൻ ഭാഗ്യം സിദ്ധിച്ച സദസ്സ്. പ്രത്യർച്ച കൃഷ്ണചരിതം കലികൽമഷഗ്നം, കലിയുഗത്തിലെ എല്ലാവിധത്തിലുള്ള പാപങ്ങളെയും നശിപ്പിച്ച് കളയുന്നതാണ് കൃഷ്ണചരിതം, കൃഷ്ണകഥകൾ എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. ഇത് വിനാ പശുഘ്നാൽ എന്ന് പറയുന്നുണ്ട്. എന്താ പശുഘ്നാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗത്തിൻ്റെ സ്വഭാവമുള്ളവർക്ക് ഈ കഥകൾ രുചിക്കില്ല എന്ന് പറയുന്നു. മൃഗത്തിൻ്റെ, അതായത് മാംസാഹാരം കഴിക്കുന്നവർക്ക്, മദ്യപാനം ചെയ്യുന്നവർക്ക്, പിന്നെ സ്ത്രീലമ്പടന്മാരായിട്ടുള്ളവർക്ക്, വേശ്യാസംഗമത്തിനോടൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് അവർക്കൊന്നും ഇതിന് രുചിക്കില്ല. പഞ്ചസാരയുടെ മധുരം കയ്പാണെന്ന് തോന്നുന്നത് പോലെയാണ് ഇത്. ഈ കഥകൾ അങ്ങനെ രസിക്കില്ല എന്നാണ് പറയുന്നത്. എളുപ്പമല്ല കൃഷ്ണകഥകൾ ഒരു രസം നമ്മൾക്ക് വന്നു ചേരാനായിട്ട് എന്ന് സൂചിപ്പിക്കുന്നു. ശുകദേവ ഗോസ്വാമി മറുപടി പറയുന്നു, മഹാരാജാവേ, അങ്ങയുടെ ബുദ്ധി നന്നായി എന്നാണ് പറയണത്. എപ്പോഴാണ് ബുദ്ധി നന്നാവുക? കൃഷ്ണകഥകൾ കേൾക്കാൻ നമ്മൾക്ക് ആഗ്രഹം തോന്നുന്ന സമയത്ത്, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനോടൊരാകർഷണം നമ്മൾക്ക് വരുന്നു എന്നുണ്ടെങ്കിൽ നമ്മളുടെ ബുദ്ധി നന്നായി എന്നാണ് പറയണത്. സമ്യക് വ്യവസ്ഥിത ബുദ്ധിസ്തവ രാജർഷി സത്തമാം, അതായത് വാസുദേവ കഥായാന്തെ യജ്ജാത നൈഷ്ഠികീരതി, അതായത് ഇത്രയും ഉറച്ച ആ ഒരു ഭക്തി കഥയിൽ ഉണ്ടായല്ലോ, വിശ്വാസം ഉണ്ടായല്ലോ, അങ്ങയുടെ ബുദ്ധി വളരെ നന്നായി എന്നാണ്. അപ്പം നമ്മളുടെ ബുദ്ധിയൊക്കെ എപ്പോഴാണ് നന്നാവുക? കൃഷ്ണകഥകൾ, ഭാഗവത കഥകൾ നമ്മൾ കേൾക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ ബുദ്ധി നന്നാവും എന്നാണ്. അങ്ങനെയുള്ള ആ ഭാഗവത കഥകളിൽ കൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ശ്രീകൃഷ്ണാവതാര കഥകളുടെ ദിവ്യമായിട്ടുള്ള അനുഭൂതിയിൽ കൂടെ നമ്മളത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ അടുത്ത ഭാഗത്തിൽ നമ്മൾക്ക് അടുത്ത ദിവസം തന്നെ നമ്മൾക്ക് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾക്ക് അവതരിപ്പിക്കാം. ഹരേ കൃഷ്ണ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ വേദവ്യാസപ്രിയസ്വാമിനിധി നാമിനേ. നമോ ബ്രഹ്മണ്യദേവായ ഗോബ്രാഹ്മണഹിതായ ച ജഗദ്ധിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ.